ജയ് രാധേ രാധേ. രാധയില്ലാതെ കൃഷ്ണനില്ല, കൃഷ്ണനില്ലാതെ രാധയില്ല. ഭാദ്രപദത്തിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമതിഥിയിലാണ് രാധാഷ്ടമി. ഈ വർഷത്തെ രാധാഷ്ടമി ഓഗസ്റ്റ് 31-നാണ്. ജന്മാഷ്ടമി കഴിഞ്ഞ 15-ാമത്തെ ദിവസമാണ് രാധാഷ്ടമിയായി നാം ആഘോഷിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബർസാനയാണ് രാധാറാണിയുടെ ജന്മദേശം. ഭഗവാന്റെ ജന്മദേശത്തും പരിസരങ്ങളിലും സന്ദർശിക്കുമ്പോൾ നാം സ്ഥിരം കേൾക്കുന്ന സംബോധനയാണ് രാധേ രാധേ. അത്രമാത്രം രാധയുടെ പ്രണയവും ഭക്തിയും ആ ദേശത്ത് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ബ്രഹ്മൈവർത്ത പുരാണമനുസരിച്ച് രാധ എന്നത് ഒരു സാധാരണ സ്ത്രീയല്ല. കൃഷ്ണനുള്ളിലെ ക്ലാദിനി എന്ന അനുഗ്രഹീതമായ ഊർജമാണ് രാധയായി ഭൂമിയിൽ അവതരിച്ചത്. ബർസാനയിലെ രാജാവായിരുന്ന വൃഷഭാനുവിൻ്റെയും പത്നി കീർത്തിദാദേവിയുടെയും പുത്രിയായാണ് രാധ വളർന്നത്. ഭാദ്രപദ മാസത്തിൻ്റെ 8-ാമത്തെ ദിവസം യമുനയിൽ ഒരു സ്വർണ്ണ താമരമേൽ ശയിച്ചിരുന്ന അതിതേജസ്വിയായ ഒരു ശിശുവിനെ അവർ കണ്ടെത്തി. രാധയായിരുന്നു ആ കുഞ്ഞ്. അതിതേജസ്വിയായ ആ കുഞ്ഞ് പക്ഷെ ഒരിക്കൽ പോലും കണ്ണുകൾ തുറന്നിരുന്നില്ല. നാളുകൾ കഴിഞ്ഞു. എല്ലാവരും ഇതേക്കുറിച്ച് ഓർത്ത് ചിന്താധീനരായി. കുഞ്ഞിന് എന്തെങ്കിലും രോഗമാണോ എന്ന ചിന്ത എല്ലാവരെയും അലട്ടി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ദിവസം ഗോകുലത്തിൽ നിന്നും നന്ദഗോപരുടെ പത്നിയായ യശോദ തൻ്റെ മകനായ കൃഷ്ണനെയും കൊണ്ട് ഋഷഭാനുവിൻ്റെ ഭവനത്തിലെത്തി. കൃഷ്ണൻ അരികിലെത്തിയ നിമിഷം രാധ കണ്ണുകൾ തുറന്നു. അകമഴിഞ്ഞ സ്നേഹത്താൽ അവൾ കൃഷ്ണനെ നോക്കി പുഞ്ചിരിച്ചു. കൃഷ്ണനേക്കാളും 9 മാസം പ്രായക്കൂടുതൽ രാധയ്ക്കുണ്ടായിരുന്നു. രാധയുടെ ഓരോ ശ്വാസവും കൃഷ്ണന് അർപ്പിക്കപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ദേവിയുടെ പേരിനൊപ്പം നാം കൃഷ്ണനെ ഓർക്കുന്നത്. ജന്മാഷ്ടമി പോലെ അനുഗ്രഹീതമായ ദിവസമാണ് രാധാഷ്ടമിയും. രാധയുടെ അനുഗ്രഹമില്ലാതെ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമാകില്ലെന്നാണ് വിശ്വാസം. രാധയെ പൂജിക്കുക എന്നാൽ നിരുപാധികമായ പ്രേമത്തെയും ഭക്തിയെയും ആരാധിക്കുന്നു എന്നാണ് അർത്ഥം. രാവിലെ ഉണർന്ന് കുളിച്ച ശേഷം അന്നേ ദിവസം ഭക്തർ ഉപവാസം അനുഷ്ഠിക്കാറുണ്ട്. രാധാഷ്ടകം അന്നേ ദിവസം ചൊല്ലുന്നത് അനുഗ്രഹീതമാണ്. 8 ശ്ലോകങ്ങളടങ്ങിയ രാധാഷ്ടകത്തിൽ രാധയെ പ്രകീർത്തിക്കുന്നതാണ് ഉള്ളടക്കം. കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞാലും തീരാത്തതുപോലെ തന്നെ രാധാറാണിയും എത്ര പറഞ്ഞാലും തീരാത്ത കഥയാണ്. ഈ രാധാഷ്ടമി നമുക്കും ഭക്തിപൂർവം ആചരിക്കാം. നിഷ്കളങ്കമായ പ്രേമവും ഭക്തിയും ഏവരുടെയും മനസ്സിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും സ്നേഹപൂർവ്വം രാധാഷ്ടമി ആശംസകൾ.